ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒന്നാണ് ചെറിയ ഉള്ളി. ഒരുപാട് ഔഷധ ഗുണം ഇതിനുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ടുള്ളൊരു റെസിപ്പിയാണിന്ന് കാണിക്കുന്നത്. വായ്പുണ്ണ് മാറാനായിട്ട്, അതേപോലെ തന്നെ പ്രസവിച്ച സ്ത്രീകളുടെ വയറുണങ്ങാനായിട്ട്, ഗർഭപാത്ര ശുദ്ധിക്ക്, മൂലക്കുരു ശമിക്കാനും, പിന്നെ ഉറക്കക്കുറവിനും ശരീരപുഷ്ടിക്കും എല്ലാം ഗുണം ചെയ്യുന്ന ചെറിയ ഉള്ളി ഉപയോഗിക്കേണ്ട രീതി നമുക്ക് കാണാം. വെറുതെ നമ്മൾ ചെറിയ ഉള്ളി കഴിക്കാനായിട്ട് പലർക്കും മടിയാണ്. അപ്പോൾ ഇനിയും കുറേ ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണുക. അപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഉള്ളിച്ചോറാണ്. അതിനായിട്ട് നമുക്ക് 6 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയാണ് വേണ്ടത്. ഉള്ളി പെട്ടെന്ന് തന്നെ തൊലി പൊളിച്ചെടുക്കാനായിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അല്പസമയം വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തൊലി പൊളിച്ചെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരത്തില്ല. അപ്പോൾ ഞാനിവിടെ ഉള്ളിയും വെളുത്തുള്ളിയും വട്ടത്തിലരിഞ്ഞ് എടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നോട് സെലക്ട് ചെയ്ത് വയ്ക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു പാനിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഗുണം പറയാം. നല്ല ഉറക്കം ലഭിക്കാനായിട്ട് ചെറിയ ഉള്ളി മൂപ്പിച്ച് നമ്മൾ ഇതേപോലെ തയ്യാറാക്കി കഴിക്കുന്നത് നല്ലതാണ്. പച്ചക്കൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഇങ്ങനെ ചെയ്യുന്നത്. ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികളുടെ ശരീരപുഷ്ടിക്കും ചെറിയ ഉള്ളി വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുള്ള ചോറാണ്. നമ്മുടെ ഒരാൾക്കുള്ള അളവിൽ നമുക്ക് ചോറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ ചെറിയ അളവിൽ ചേർക്കുക. അപ്പോൾ കുട്ടികളുടെ ശരീരപുഷ്ടിക്കൊക്കെ തയ്യാറാക്കുമ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഒഴിവാക്കിയിട്ട് ചേർക്കുക. കുട്ടികളിൽ കാണുന്ന വിളർച്ചയും ക്ഷീണവും ഒക്കെ അകറ്റി നല്ല ഉന്മേഷം ലഭിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിക്കുന്നതൊക്കെ ഗുണം ചെയ്യും. അപ്പോൾ ഈ ഒരു ഉള്ളിച്ചോറ് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. അപസ്മാരമൊക്കെയുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് ഇത് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ രുചികരമായിട്ടും പോഷകസമൃദ്ധമായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഉള്ളിച്ചോറ്. അപ്പോൾ ആരൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കഴിക്കാത്തവരെല്ലാവരും തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടാക്കി നോക്കണേ. ഇനിയും ധാരാളം ഗുണങ്ങളുണ്ട് ഉള്ളിച്ചോറ് കഴിച്ചാലുള്ളത്. അപ്പോൾ ഉള്ളിയെക്കുറിച്ചുള്ള മറ്റുള്ള അറിവുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.